കോശം എന്ന് പറഞ്ഞാൽ വിയർക്കണമെന്ന് സാരം. വിയർക്കണം. വിയർപ്പിന്റെ സ്വാദ് എന്താണ്? ഉപ്പും പുളിയുമുണ്ട്. ഉപ്പും പുളിയുമുണ്ട്. ഒരു സ്ക്വയർ ഇഞ്ചിൽ, അതായത് ത്വക്കിന്റെ ഒരു ഇഞ്ച് സമചതുരത്തിൽ 650 സുഷിരങ്ങളുണ്ട് വിയർത്ത് വെളിയിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും കുറച്ച് ഭാഗം മാത്രം വിയർത്തത് കൊണ്ട് ആകുന്നില്ല. നന്നായിട്ട് വിയർക്കണം. വിയർക്കാത്ത എല്ലാവരും വിയർപ്പിച്ചിരിക്കണം. ഉടനടി വിയർപ്പിക്കണം. കാരണം വിയർപ്പിലൂടെ വെളിയിൽ വരുന്നത് ഉപ്പും അസിഡിറ്റിയുമാണ്. അതായത് ഉപ്പെന്ന് പറഞ്ഞാൽ സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ, അവിടെ മാത്രമേ ക്യാൻസർ സെൽ ഡെവലപ്പ് ചെയ്യൂ. അതുകൊണ്ട് വിയർക്കുക എന്നുള്ളത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. വിയർക്കണം. അതിന് ഒരു നാരങ്ങ തൈലം ഉണ്ടാക്കിയിട്ടുണ്ട്. നാരങ്ങ തൈലം ദേഹമാസകലം പുരട്ടി സ്റ്റീം ബാത്ത് എടുക്കുക. സ്റ്റീം ബാത്തിനുള്ള സംവിധാനമാക്കിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഒരു 5-6 പ്രാവശ്യം വിയർപ്പിച്ചാൽ മതിയെങ്കിൽ എവിടെയെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് തൈലവും കൊണ്ടുപോയി വിയർപ്പിക്കുക. ആഴ്ചയിൽ 1 വെച്ച് 5-6 പ്രാവശ്യം വിയർപ്പിച്ച ശേഷം പിന്നീട് ഈ തൈലം പുരട്ടി വീട്ടിലുള്ള ജോലി ചെയ്താലും മതി. തിണ്ണ തുടക്കല്, അലക്കല്, അര, ഇതുണ്ടോ? ഇപ്പോൾ തിണ്ണ തുടക്കാൻ റോബോട്ട് വന്നു കഴിഞ്ഞു. ആമയെ പോലെ ഓടി നടന്ന് തിണ്ണ തൂക്കണ സാധനം. അപ്പോൾ ഇനി നമുക്ക് വിയർക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചെയ്ത് വിയർപ്പിക്കണം. ഇരുന്നാലും കുറെ വിയർക്കും. പക്ഷെ കമ്പിളി പുതക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കമ്പിളി നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്യില്ലേ, അവിടെ വിയർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വിയർപ്പിക്കുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ ശരീരം എങ്ങും തൊടുന്നില്ല. തൊടാതിരുന്നുകയും ആവി ചുറ്റും വരികയും ചെയ്യുമ്പോൾ എല്ലാ രോമകൂപങ്ങളും വിയർക്കും. അത് തുറന്നെടുക്കാനാണ്. തുറന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സർസൈസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് സ്റ്റീം ബാത്ത് തന്നെ വേണം എന്ന് പറയാൻ കാരണം. അതല്ലെങ്കിൽ കമ്പിളി പുതച്ചിട്ട് വെയിലത്ത് കിടന്നാൽ മതി, വിയർക്കും. വാഴയില വെട്ടിയിട്ട് അതേ കിടന്നാൽ വിയർക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കാശില്ലെന്ന് പറയുന്നവർക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പെടലി പുറത്താകുന്ന വിധത്തിൽ എന്തെങ്കിലും കമ്പ് കൂത്തി വെച്ചിട്ട് ചെയ്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ചൂടായി ആവശ്യത്തിനായി എന്ന് അറിയണത് എപ്പോഴാണെന്നറിയാമോ? അകത്താണ് ആവി കൊള്ളുന്നതെങ്കിലും മൂക്ക് വിയർക്കും, ഉള്ളുകുത്തി വരും. പുരികങ്ങളിൽ കുത്തി വരും 2 സൈഡിലും. അപ്പോൾ നിർത്തിക്കൊള്ളണം. ആവശ്യത്തിൽ കൂടുതൽ ചൂട് ചെല്ലരുത്. അത് അറിയുന്ന ഇൻഡിക്കേഷൻ നമ്മൾ തല പുറത്തിരുന്നാൽ പറ്റുള്ളൂ. അതെ, തലയും കൂടി ചൂടാക്കിയാൽ ശരിയാവില്ല. അപ്പം ഇതിന് 2-3 വടി ഉണ്ടാക്കിയിട്ട് എടുത്താലും മതി. ഞാൻ തൂത്തുക്കുടി പോയി കണ്ടിട്ടുള്ളതാണ്. അതായത് ഉപ്പളത്തിൽ പോയിട്ടുള്ള ആളാണ്. ഇത് വറുക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. അതിനകത്ത് ഒരു വിഷവും ഉണ്ടാവില്ല. മനസ്സിലായ? അതേസമയം അഥവാ എന്തെങ്കിലും വിഷം കടലിലേക്ക് വിഷം ഇട്ടിട്ട് അത് ഉപ്പിനകത്ത് വന്നാൽ വറുത്താലും പോവില്ല കേട്ടാ. വറുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കഴുകണം. കാരണം ഞാനിത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഈ ഉപ്പിൻ്റെ പുറത്ത് ചവിട്ടി നടന്നിട്ടാണ് കൊണ്ടുപോയി കൂന വെക്കുന്നത് ചുമട്ടുകാർ. അതിൻ്റെ പുറത്ത് ചവിട്ടി നടക്കുകയാണ്, അല്ലാതെ വേറെ വഴിയില്ല അവർക്ക്. ഉപ്പിൻ്റെ പുറത്താണ് അവർ ചവിട്ടി നടക്കുക. അതുകൊണ്ട് കല്ലുപ്പ് വാങ്ങിയാൽ ഒന്ന് കഴുകി ഒന്ന് കളയുക. അപ്പോൾ കുറേ ഉപ്പ് പോകുന്നേ ഉള്ളൂ. എന്നാലും അതിൻ്റെ അഴുക്ക് കഴുകി കളഞ്ഞിട്ട് വേണമെങ്കിൽ പൊടിച്ചു വെച്ചോ, പൊടിയുപ്പ് പോലെ ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പം കോശശുദ്ധിക്ക് വേറെ പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. നാരങ്ങ തൈലമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളിൽ ആർക്കെങ്കിലും വിയർപ്പ് കുറവുണ്ടെങ്കിൽ ഉടനടി വിയർപ്പിക്കുക. നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ആരെങ്കിലും വിയർക്കുന്നില്ലെങ്കിൽ ഉടനടി
വീർപ്പിക്കുക. കാരണം ക്യാൻസർ വരുന്നുണ്ടോ എന്ന് ആറാം മാസം പോയി ചെക്ക് ചെയ്യല്ല വേണ്ട, വരാതിരിക്കാനുള്ള പ്രതിവിധികൾ ചെയ്യാനുള്ളത്. അതിൽ വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് വീർപ്പിക്കൽ. ഓക്കെ, പിടികിട്ടിയല്ലോ. ഇനി രക്തശുദ്ധി. രക്തം ശുദ്ധമാക്കാനുള്ള രണ്ടും തന്നു കഴിഞ്ഞു. രണ്ടെണ്ണം തന്നില്ലേ? രണ്ടെണ്ണം. മുരിങ്ങക്കായ ചമ്മന്തി, കുക്കുംബർ ജ്യൂസ് അല്ല, പൂവരശിന്റെ ഇലയും അതിനകത്ത് പതിമുഖവും നറുനീണ്ടിയുള്ള തന്നു കഴിഞ്ഞു. അത് തന്നെയാണ് രക്തശുദ്ധിക്ക്. കാലിൽ പൊട്ടുകളുണ്ടെങ്കിൽ, അലർജി ഉണ്ടെങ്കിൽ അർത്ഥം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന് രക്തം ശുദ്ധി വരുത്താനായിട്ട് വേറെ മരുന്നുകളാണ്. അത് രോഗം വരുമ്പോൾ പഠിപ്പിക്കും. രോഗത്തെ പറ്റി പഠിക്കുമ്പോൾ പഠിപ്പിച്ചു തരാം. രക്തം ശുദ്ധമാക്കാനായിട്ട് ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്നൊരു സാധനം രക്തത്തിൽ കൂടുമ്പോഴാണ് അലർജി ഉണ്ടാവുക. ഫ്രീ റാഡിക്കിൾസ്. ഈ ഫ്രീ റാഡിക്കിൾസിനെ ഇല്ലായ്മ ചെയ്യാൻ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കണം. അപ്പോഴേ രക്തം ശുദ്ധിയാവുള്ളൂ. ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും നല്ല 2 ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഒന്ന് വിറ്റാമിൻ സി പൗഡറാണ്, വിറ്റാമിൻ സി പൗഡർ. 2 ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ മുന്തിരി. വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്. ഗുളിക വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്. മൂന്നാമത് ഒരെണ്ണം കൂടി വേണം, വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി. ഒരുപാട് പല കമ്പനികളുടെ ഉണ്ട്. വിറ്റാമിൻ ബിയും സിയും കൂടി ചേർന്ന ഗുളിക കിട്ടും. അതിവിടെ കിട്ടത്തില്ല, ഇംഗ്ലീഷ് മരുന്നിടെ കിട്ടും. ഇത് 3 കൂടി കൊടുത്താൽ നമ്മളുടെ രക്തം ശുദ്ധമാക്കാൻ നല്ലതാണ്. ആൻറ്റി ഓക്സിഡന്റ് എന്ന് പറയും. പിന്നൊരു കാര്യം, ഈ ഭൂമിയിലെ സകല ഫ്രൂട്ട്സും ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഗുളിക കിട്ടും. ഓരോ ഗുളിക വീതം 3 നേരം ഫുഡിന് ശേഷം. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് 1 ഗുളിക വീതം 3 നേരം. അത് ഞങ്ങൾ എഴുതി തരും, അപ്പൊ കഴിച്ചാൽ മതി. വിറ്റാമിൻ സി പൗഡർ ഐസ്ക്രീം സ്പൂണിന് 1/4 സ്പൂൺ, അതായത് ചെറിയ സ്പൂണിന്റെ 1/4 സ്പൂൺ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം. അത് വേറെ, അതാ ഗുളിക വേറെ. ആ ഗുളിക ഒരെണ്ണം ഒരു ദിവസം. 3 എണ്ണത്തിലെ 3 എണ്ണം പറഞ്ഞല്ലോ. വിറ്റാമിൻ സി പൗഡർ 1/4 സ്പൂണ് ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് 1 ഗുളിക വീതം 3 നേരം ആഹാരത്തിന് ശേഷം. വിറ്റാമിൻ ബിയും സിയും കൂടി ചേർന്ന് 1 ഗുളിക രാവിലെ മാത്രം. ഈ കോമ്പിനേഷൻ എല്ലാവരും ഓർത്തോണം. കോമ്പിനേഷൻ ഏത്? ചൂടുവെള്ളത്തിൽ എടുക്കണമെന്നില്ല. ചെറിയ ചൂടുവെള്ളത്തിൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ഗുണം കൂടുതലാണ്. കഴിക്കാം. ഈ നമ്മളെ ഇതുണ്ടല്ലോ, പതിമുഖമല്ല, പൂരച്ചിട്ടില്ല, കുടിവെള്ളം ഇല്ലേ, അതിനകത്ത് കലക്കിയാലും മതി. ഇത് 3ഉം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് ആൻറ്റി ഓക്സിഡൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഏത് രോഗത്തിനും ഇത് കൊടുക്കാം. ഈ 3ഉം കൂടി കൊടുക്കാം. പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക് ഇത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം. പ്രതിരോധ ശക്തി കൂടി, അതായത് ഞാൻ കൊടുക്കുന്നത് കൂടെ ജലദോഷം പനി വരുന്നവർക്ക് എന്തായിരിക്കാം? പ്രതിരോധ ശക്തി കുറവാണ്. ESR കൂടി നിൽക്കുന്നു. എന്താ അർത്ഥം? പ്രതിരോധ ശക്തി കുറവാണ്. ആ പ്രതിരോധ ശക്തി കൂട്ടാൻ ഇത് 3ഉം കൂടി കൊടുക്കാം. മതി. അത് ആന്റി ഓക്സിഡന്റ് ആണ്. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്,
ഇത് അല്ലാതെ വരുമ്പോഴേക്ക് ഇത് കൊടുക്കുന്നത് തെറാപ്പൂട്ടിക്കൽ ഡോസ് എന്ന് പറയും. അതായത് ഒരു തെറാപ്പി ലെവലിലേക്ക് വരുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ എന്ത് കഴിച്ചാൽ മതി? ഫ്രൂട്ട്സ് ധാരാളം കഴിച്ചാൽ മതി. എല്ലാ ഫ്രൂട്ട്സും ആന്റി ഓക്സിഡന്റ്. B+C കഴിക്കുമ്പോ മൂത്രത്തിൽ മഞ്ഞ നിറമായിരിക്കും, പേടിക്കരുത്. അത് ആ ഗുളികയുടേതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് മൂന്നും ജലദോഷക്കാർക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. ഇപ്പൊ ഷുഗർ പേഷ്യൻസിന് ഇത് എഴുതാറില്ല, പ്രിന്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഷുഗർ രോഗം പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒടുവിൽ ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ മാറും. ഷുഗർ രോഗം, ജലദോഷം, പനി, ക്യാൻസർ, ഏത് രോഗത്തിനും. കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടാനാണ് ഇത് കൊടുക്കുക, വേറെ ഒന്നിനുമല്ല. ഇതൊരു മരുന്നായിട്ടല്ല കൊടുക്കുക, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ബിയും സിയും കൂടി ഉള്ളത് ഒരു ഗുളിക. വിറ്റാമിൻ ബിയും സിയും കൂടി ചേർന്ന ടാബ്ലറ്റ് തരാൻ പറയും. ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ അല്ല, ടാബ്ലറ്റ് തരാൻ പറയും. ഉണ്ട് അത്. അങ്ങനെ ഉണ്ട്, ഗുളിക ഇറക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷനിൽ ടാബ്ലറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാം. ഇനി ഒരു കാര്യം, ഇനിയൊരു ജലദോഷപ്പനി വന്നാൽ, ഇനിയത്തെ കാലഘട്ടത്തിൽ ജലദോഷപ്പനി വന്നാൽ ഒരു മോർ ദാൻ 60% മനുഷ്യർക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴെ പോകും. അതായത് ഒരു ചെറിയ ജലദോഷം, പക്ഷേ ക്ഷീണം ഇങ്ങനെ നീണ്ടു നിൽക്കും, ദിവസങ്ങളോളം ക്ഷീണം നീണ്ടു നിൽക്കും. അതിൻ്റെ അർത്ഥം അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയാൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അതിന് ഇത് മൂന്നും കൊടുത്താൽ മതി. ഒറ്റ ആഴ്ച കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കയറും. ഒറ്റ ആഴ്ച പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കയറാൻ ഉഗ്രൻ സാധനമാണത്. രക്തം ശുദ്ധമാക്കി പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കുക, അതിന് ഉതകുന്ന സാധനമാണ്. പിടികിട്ടിയല്ലോ. ഇനി ഇതിനെ രക്തം ശുദ്ധമാക്കാനായിട്ട് ഒരുപാട് ആയുർവേദ മരുന്നുകളുണ്ട്. ഗുൽഗുലു, തിക്തകം പോലെയുള്ള കഷായമുണ്ട്. അത് ഞങ്ങൾക്ക് തരാൻ അധികാരമില്ല, അത് ഡോക്ടർമാർക്ക് തരാം. ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് അവരതിൻ്റെ സിംറ്റം മുഴുവൻ നോക്കിയിട്ടേ തരുള്ളൂ. അങ്ങനെ അത് കഴിക്കാവൂ. നമ്മൾ കടയിൽ നിന്ന് പോയി ഗുൽഗുലു, തിക്തകം കഷായം മേടിച്ച് കഴിക്കരുത്. കാരണം അത് ലിവറിന് ലോഡ് കൂടുതൽ ചെയ്യുന്ന ഒരു കഷായമാണ്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ എഴുതണ്ട. നമുക്ക് എഴുതാൻ പറ്റിയ സാധനങ്ങൾ ഇതാണ്: പതിമുഖം, നറുനീണ്ടി, പൂവരശ്, മുരിങ്ങക്കായ ചമ്മന്തി, പിന്നെ വിറ്റാമിൻ സി ഗ്രേപ്സിൻ്റെ എക്സ്ട്രാക്റ്റ്, പഴങ്ങൾ എല്ലാം കഴിക്കാം. ഓക്കെ. മനഃശുദ്ധി, മനസ്സ് ശുദ്ധമാക്കണം. നേരത്തെ പഠിച്ചു, മനസ്സും ശരീരവും ഇന്റർലിങ്ക്ഡ് ആണ്, പരസ്പര പൂരകങ്ങളായി. മനഃശുദ്ധി വരുത്താൻ ഒരു മരുന്നുണ്ട്. അത് ദിവസവും 2 നേരം കഴിക്കണം. 2 നേരം കഴിക്കേണ്ട ഒരു മരുന്നാണ്. അതിൽ ഒന്നാമത്തെ ഗുളിക ക്ഷമ പറയൽ. ക്ഷമ കൊടുക്കൽ. ഇതാണ് മനഃശുദ്ധി വരുത്താനുള്ള സാധനം. ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ. ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഒരു ഡോക്ടറുടെ കഥയൊക്കെ പറഞ്ഞതല്ലേ? ക്ഷമ പറയൽ, ക്ഷമ. അറിഞ്ഞോ അറിയാതെയോ, കുറിച്ചോ, ഇത് കുറിച്ചു കൊടുക്കുന്ന സാധനമാണ്, എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഡോട്ട് ഇട്ടത്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റ് ക്ഷമിച്ചിട്ടുണ്ട്. അത് ആരോടൊക്കെ? അമ്മ, അച്ഛൻ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സ്വന്തക്കാർ, ബന്ധുക്കളിലേതാണ് ശത്രുക്കൾ. ഇത് പഠിച്ചതാണ്. ഇവരോടൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കട്ടിലേൽ ഇരുന്നുകൊണ്ട് ക്ഷമ കൊടുക്കാൻ മുഴുവൻ കട്ടിലിരുന്നുണ്ട്. പോയി തരണ്ട. അതിന് ഒരു രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ?
ഡോക്ടർക്ക് വന്ന ക്യാൻസർ വന്ന കാര്യം പറഞ്ഞിരുന്നു. ഒരു ഡൈവോഴ്സ് കേസ് തീർത്ത പറഞ്ഞു. ആ അത് പറയും. ഇതേ മരുന്നാണ് കൊടുത്തത്, ഇതേ മരുന്ന്. അതായത് ഭാര്യ സ്റ്റേറ്റ് ബാങ്ക് മാനേജർ, ഭർത്താവ് കസ്റ്റംസിലെ എഞ്ചിനീയർ, പോർട്ടിലെ എഞ്ചിനീയറാണ്. ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായ ഒരു അകൽച്ച ഞാൻ ഈ മരുന്ന് കൊടുത്ത് മാറ്റി. മരുന്ന് കൊടുത്ത് എൻ്റെ മുമ്പിൽ ഇന്നും ജീവിക്കാനുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, വൈക്കത്ത് ഒരു ദിവസം ഒരു സംഘടന, സ്ത്രീകളുടെ ഒരു സംഘടന തുടങ്ങി. ഈ ഡൈവോഴ്സായ ഇവലൊക്കെ നിൽക്കല്ലേ, അപ്പൊ അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് 7 സ്ത്രീകൾ ചേർന്നിട്ട് ജ്യോതിർഗമയ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കഷ്ടകാലത്തിന് ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിച്ചത്. അവർ ഉദ്ഘാടനത്തിന് എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ ചെന്നു, ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യമല്ലേ? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളാൽ വെച്ച് 7 സ്ത്രീകൾ ചേർന്നിട്ട് രൂപപ്പെടുത്തിയ ഒരു സംഘടന. ഞാൻ ഉദ്ഘാടന സംസാരത്തിന്റെ ഇടക്ക് കയറി ഞാൻ എന്തോ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഇതാണ്, പണ്ട് കാലത്ത്, അതായത് കുടുംബത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. പണ്ട് കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. മിണ്ടരുത്, ഇവരുടെ തലേന്ന് വരണ്ടേ അത്. ഭാര്യ ഭർത്താവിനെ ഒരു പേര് വിളിക്കും, ഭർത്താവ് ഭാര്യ ഒരു പേര് വിളിക്കും. എന്തായിരുന്നു പണ്ട് കാലത്ത് വലിയ വലിയ കുടുംബങ്ങളില്? അങ്ങ് ദേ ഈ എന്നൊക്കെ ആര്യപുത്ര എന്ന് വിളിക്കുമായിരുന്നു. ആര്യപുത്ര. പുരാണങ്ങളിലുണ്ട്, സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. വിളിച്ചിരുന്നു ആര്യപുത്ര. തിരിച്ചെന്താണ് ഭർത്താവ് വിളിക്കുക? ആര്യപുത്രി എന്നാണ് വിളിക്കുക. ദേവി, ദേവി എന്നാണ് തിരിച്ചു, ദേവി. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരുന്നത്? അന്യ കുടുംബങ്ങളിലുള്ള 2 പേർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പര ബഹുമാനം, അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ചിട്ടയാണ്. എടാപോടാന്ന് വിളിക്കാനല്ല, പേര് വിളിക്കാനല്ല, ഒരു ബഹുമാനം പരസ്പരം കാണിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനമാണ്. ഞാനിത് പറഞ്ഞു. അപ്പൊ ആർക്കും അറിയില്ല ആര്യപുത്ര. ഒരുപാട് നേരം കടന്നു പോയി. അപ്പോഴാണ് ഒരാൾ കണ്ടുപിടിച്ച് ആര്യപുത്ര എന്നാണ്. തിരിച്ചെന്ത് വിളിക്കണമെന്നുള്ളത് അറിയാൻ പാടില്ല. ഞാനപ്പോ പറഞ്ഞു, പണ്ട് കാലത്ത് ഒരു സിനിമയുണ്ട് ദുഷ്യന്തൻ, അതിനകത്ത് വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. കിട്ടിയില്ല. അവസാനം ഞാൻ പറഞ്ഞത് ദേവി എന്ന് വിളിക്കണം. ഇത് കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ട ഒരു സാധനമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോ ഈ 7 എണ്ണം കൂടി ഓടി എൻ്റെ അടുക്കൽ പറഞ്ഞ്, ഇതിലൊരാള് ഡൈവോഴ്സ് ആയിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് ഇനി നടക്കുക? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഇപ്പൊ തന്നെ സ്റ്റേജിലേക്ക് 2ാമത് കയറാം, എന്നിട്ട് ഈ സംഘടന പിരിച്ചുവിടാം. കാരണം ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒന്നാണ്. അത് ഈ രീതിയിലാണെങ്കിൽ ഈ സംഘടന പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിരിച്ചുവിടണം. ഒന്നെങ്കിൽ പിരിച്ചുവിടണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം. അവര് ഈ സ്ത്രീയും വരണം, അവിടെ ഭർത്താവും വരണം. സ്ത്രീ ഏറ്റു, ഞാൻ വരാം സാറ് വീട്ടിൽ നിൽക്കുക. ഭർത്താവിനെ ആര് കൊണ്ടുവരും? അതാണ് പ്രശ്നം. വേറൊരാളെ ഏറ്റു, ഞാൻ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു ഏറ്റു, 2 പേരും ഏറ്റു. ശരി, ഒരാൾക്ക് സ്ത്രീക്ക് രാവിലെ 8 മണിക്ക് സമയം വീട്ടിൽ വരിക, ഭർത്താവിന് വൈകുന്നേരം സമയം. 2 കൂടി ഒരുമിച്ച് വന്നാൽ എൻ്റെ വീട്ടിൽ കിടന്നടി വെക്കാം. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരാൾ വരിക, വൈകുന്നേരം ഒരാൾ വരിക. സമ്മതിച്ചു, വന്നു. വന്ന ഉടനെ എഴുതി കൊടുത്ത ചീട്ട് ഇതാണ്: ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എഴുതിപ്പിച്ചു. തന്നെത്താൻ എഴുതിയെടുക്കാൻ പറഞ്ഞു. എഴുതിയെടുത്തിട്ട് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ എത്രയോ കോടി മനുഷ്യരുണ്ട്, എത്രയോ കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഈ മനുഷ്യരിൽ
ഒരാൾ, തെറ്റും കുറ്റവും കുറവും ഇല്ലാത്ത ഒരാൾ ഈ ഭൂമുഖത്തില്ല. ഉണ്ടോ? കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? എല്ലാവർക്കും തെറ്റുണ്ട്, കുറ്റമുണ്ട്, കുറവുണ്ട്. തെറ്റും കുറ്റവും കുറവുമുള്ളവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരം ക്ഷമിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലാതെ പോകാൻ പറ്റില്ല. കാരണം ഇതാണ്, നമ്മൾ എല്ലാവർക്കും പ്രശ്നമുള്ളതാണ്. ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ പരസ്പരം ക്ഷമ പറയുകയും ക്ഷമ കൊടുക്കുകയും വീട്ടിലിരുന്ന് 2 നേരം ചെയ്യും. 2 നേരം എന്ന് പറഞ്ഞ് സമ്മതിച്ചു, എഴുതിയും കൊടുത്ത് പറഞ്ഞു കൊടുത്തു. വൈകുന്നേരം ഭർത്താവ് വന്നു. ഭർത്താവിനും ഇതേ ചീട്ട് തന്നെ എഴുതി, മരുന്നിൻ്റെ ചീട്ട് ഇത് ഒന്ന് തന്നെ ഭർത്താവിന് എഴുതി കൊടുത്തു. ഭർത്താവ് സമ്മതിച്ചു. 1 മാസം കഴിഞ്ഞ് ഒരു ഡേറ്റ് കൊടുത്തു, 2 പേരും കൂടി ഒരുമിച്ച് വരാൻ. 2 പേരും കൂടി ഒരുമിച്ച് വന്നു. 5 മിനിറ്റ് എടുത്തില്ല. കോടതി ഡൈവോഴ്സാക്കിയ കേസാണ്. കോടതി ഡൈവോഴ്സാക്കിയ കേസാണ്. 5 മിനിറ്റ് എടുത്തില്ല. 2 പേരും കൂടി ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അന്ന് പിള്ളേര് 5ഉം 6ഉം വയസ്സുള്ള പിള്ളേരാണ്. ഇന്ന് അവർ എഞ്ചിനീയർമാരാണ്. 2 പേരും കല്യാണം കഴിച്ച് വീടും വെച്ച് സുഖമായിട്ട് താമസിക്കണം. ഇടക്കിടക്ക് അടിവെക്കണുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ പിന്നെ പഴയ കാര്യം ഓർക്കും, പഴയ കാര്യം ഓർക്കണം. അതെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എഡ്യൂക്കേറ്റഡ് നമ്മൾ ഈ എല്ലാവരും ഇത് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവൊക്കെ ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. തെറ്റും കുറ്റവും കുറവുമുള്ള മനുഷ്യരെ ഈ ഭൂമുഖത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഇത് ക്ഷമിക്കുകയും ചെയ്താൽ വീട്ടിലെ കുടുംബത്തിന്റെ ആരോഗ്യം പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 2-3 സ്ഥലങ്ങളിൽ ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ചിട്ടൊരു സാധനമാണ്. ഒരു മോഡേൺ സൈക്കോളജി ഞാൻ വെല്ലുവിളിക്കും. ഇതിനപ്പുറത്ത് മനസ്സ് ശുദ്ധാക്കാൻ പറ്റില്ല. ക്ഷമ പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പെണ്ണിനും ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഡൈവോഴ്സാണ്. ഡൈവോഴ്സ് ആയല്ലേ, ഇനി എന്തിനാ? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ക്ഷമ പറയും. ഇന്നലെ എന്നെ വിളിച്ചിരിക്കുന്നു. ക്ഷമ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സാറേ. കുഴപ്പമില്ല, ചെയ്തോ. ഒരുമിച്ച് താമസിക്കൊന്നും വേണ്ട. പക്ഷെ ക്ഷമ കൊടുത്ത് മനസ്സിൽ നിന്നും അത് എടുത്തൊന്ന് കളയുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നു. അപ്പം അതുകൊണ്ട് ഇത് മാറ്റുക. ഇതൊരു മരുന്നാണ്. ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ. ഇതിന് ശേഷം വേണം സ്നേഹം നിറയ്ക്കാൻ. ഹൃദയശുദ്ധി വരുത്തണമെന്നുണ്ടെങ്കിൽ സ്നേഹം നിറയണം. ഹൃദയശുദ്ധി, മനഃശുദ്ധി, ഹൃദയശുദ്ധി. സ്നേഹം നിറയ്ക്കണം. സ്നേഹം എവിടുന്നാ കിട്ടുക? പഠിപ്പിച്ചതാണ്. ഉള്ളിലുണ്ട്. കരുണയുടെ കഥകളുണ്ട്, സന്നിധാന ധ്യാനമുണ്ട്, ദേവാലയത്തിൽ പോകാൻ പറഞ്ഞിരുന്നു. സകലരും ദേവാലയത്തിൽ പോകണം. സകലരും. മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യർക്ക് മാത്രമാണ് ദേവാലയമുള്ളത്. ബാക്കിയുള്ള എല്ലാ ജീവികളും വാസസ്ഥലം ഒരുക്കും, പക്ഷികൾ കൂടുകൾ കൂട്ടും. ദേവാലയം പണിത് ഒരൊറ്റ ജീവിയേ ഉള്ളൂ. അത് ചുമ്മാതെ പണിതല്ല, ഏതെങ്കിലും മണ്ടന്മാര് പണിത ഒരു സാധനം അല്ലത്. വ്യക്തമായി ദൈവികതയെപ്പറ്റി ബോധമുള്ള മനുഷ്യരുണ്ടാക്കിയ സാധനമാണ് ദേവാലയങ്ങൾ. ദേവാലയം വേണ്ട എന്ന് പറയുന്നത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിലെ തെറ്റുകൊണ്ടാണ്. ദേവാലയത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കണേ? നമ്മുടെ ആവശ്യങ്ങൾ പറയും, നമ്മുടെ ആവലാതികൾ പറയും, നമ്മുടെ സങ്കടങ്ങൾ പറയും. നമ്മുടെ ആവലാതി കേൾക്കാൻ ഇരിക്കല്ല അവരവിടെ. മനസ്സിലായില്ലേ? ആവലാതി സങ്കടങ്ങൾ തീർക്കാനല്ല അവർക്ക്. ഈ ഭൂമിയിൽ ഒരു പങ്കും അവർക്കില്ല, നേരിട്ടിടപെടില്ല അവര്. എന്നാൽ അവിടെ പോയി ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമുണ്ട്. അത് സ്നേഹമാണ്. ഇഷ്ടദൈവത്തിൻ്റെ സ്നേഹവരം ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ്. ചോദിച്ചാലേ കിട്ടൂ, ചോദിക്കുന്നവർക്കൊക്കെ കിട്ടും. ഇഷ്ടവരം സ്നേഹ വെളിച്ചം ഒഴുകി വന്ന് നിറയുന്നതായി സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലും മനസ്സിലും ഒന്നും
മാലിന്യങ്ങൾക്ക് ഇരിക്കാൻ ഇടമുണ്ടാവില്ല. പക്ഷെ ഈ ദൈവങ്ങൾക്കൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താ അത്? സൂര്യൻ ഉദിക്കുന്നത് നല്ലവർക്ക് വേണ്ടി മാത്രമാണോ? ചീത്ത ആളാണ്, നല്ലതാണോ ചീത്തയാണോ നോക്കില്ല, എല്ലാവർക്കും കൂടിയാണ്. ഇപ്പൊ നമ്മൾക്കൊരാൾക്ക് ചോദിച്ചപ്പോൾ സ്നേഹം തന്നു, അത് ഒരാൾക്ക് തരുന്നതല്ല, എല്ലാവർക്കും കൂടിയാണ് തരിക. അപ്പൊ എല്ലാവർക്കും മേടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദുഷിക്കും. ഉള്ളിൽ സ്നേഹമാണെങ്കിലും ഉള്ളിൽ കെട്ടിക്കിടന്നാൽ അത് വിദ്വേഷമാകും. മറ്റുള്ളവർക്ക് കൊടുത്ത് ഒഴുക്കി പുറത്ത് കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയത് മേടിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഫ്രഷായിരിക്കണം. പഴയതകത്ത് നിറച്ചു വെച്ചിട്ട് നടക്കരുത്. ഒഴുക്കിക്കളയുക, പുറത്തോട്ട് ഒഴുക്കിക്കളയുക. പിടികിട്ടിയല്ലോ? മനഃശുദ്ധി വരുത്തണം. മനഃശുദ്ധി വരുത്തിയാൽ ഭയങ്കര റിലാക്സിങ് വരും. ശരീരത്തിൻ്റെ മരുന്ന് കഴിക്കുന്നത് പാതിയുടെ പാതി മതിയാകും. കാരണം സൂക്ഷ്മ ശരീരമാണ് ഭൗതിക ശരീരത്തെ സൃഷ്ടിച്ചതും കൊണ്ട് നടക്കുന്നത്, റിപ്പയർ ചെയ്യുന്നത് സൂക്ഷ്മ ശരീരമാണ്. അതിന് കരുത്ത് കൂട്ടണ്ടേ? അതിന് കരുത്ത് കൂട്ടാനുള്ള വിദ്യ പഠിക്കും.